നമസ്കാരം, ദീപാവലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കൂട്ടച്ചോറിൻ്റെ രണ്ട് ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ആ രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറയാം. അറിയാവുന്നവർ ചില അറിഞ്ഞുകൂടാത്തവരുണ്ടായിരിക്കും. ഈ ചോട് അറിഞ്ഞുകൂടാത്തവർ അത് നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കണം. അറിയാവുന്നവർ ഒന്നുകൂടെ അത് ശ്രമിക്കുക നല്ലപോലെ ചെയ്യാൻ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ കൂട്ടച്ചോടെന്നാണ് പറയണത്. തടലയൊക്കെ ചെയ്യണേ, ഇരുന്ന് പൊങ്ങിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നേരെ നിലക്ക് നിന്നിട്ട് നേരെ എടുത്ത് 1 ലോക്ക് ചെയ്തിട്ട് 2 3 4 5 6 7 7 ചുവടാണ്. ഒരു സൈഡിലേക്ക് വന്നാൽ 7 ചുവടാണ്. 7 നിങ്ങളത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരോഗ്യമാണ് ചോടിന് വേണ്ടത്. ചോടിന് എന്തിനാണ് ചെയ്യുന്നത്? അഭ്യാസത്തിൽ വേഗതയുണ്ടെങ്കിൽ ചോട് ചെയ്യണം, വേഗത ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുകൂടെ അത് ശ്രദ്ധിച്ചോണം. റെഡി? 1 ബ്ലോക്ക് ചെയ്ത് 2 താഴെ നിന്ന് പൊങ്ങുക, 3 ബ്ലോക്ക് ചെയ്ത് പഞ്ച് ചെയ്യുക. അവിടുന്ന് വന്ന അടി വാരി നിലത്തിടുക, ഇടത്ത് കൈക്ക് തടുത്ത് അടിച്ച് താഴെ ഇടുക, പുറം തിരിഞ്ഞ് വയറിന് ഇടിക്കുക. വാ, ഞാനിതെങ്ങനെയാണ് ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ചുവടിലുള്ളത് തന്നെയാണ് പ്രയോഗം. ഇവിടെ വന്ന് നോക്കണം, അടിച്ചേ ഇത് ബ്ലോക്ക് കയറി ചെയ്തിട്ട് ഇത് ഒറ്റ തേമ്പ. അപ്പോൾ നോക്കണം, ഈ തടല ചെയ്യാൻ പ്രത്യേകത ഉണ്ട്. ഇത് ഇവിടെ ബ്ലോക്ക്, ഈ വലത് കയറി ഒറ്റത്തേമ്പ്, കണ്ടല്ലോ. അല്ലാതെ അടിച്ചേ ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. അപ്പോൾ ഇതിനെ ഇരുന്ന് പൊങ്ങണം. അടിച്ചേ 1 ബ്ലോക്ക് അല്ല, കയറി ഒരറ്റ. രണ്ടാമതാണ് അടിച്ചേ തടല ചെയ്യുക, കയറി ഒരു പഞ്ച് ചെയ്യുക. ഒന്ന് നോക്കണം, അവിടെ നിന്നല്ലേ 1 വലത് കൈക്ക് തടയിട്ടിട്ട് ഇടത് കൊണ്ട് പഞ്ച് ചെയ്യുക. എവിടെ? കഷക്കുഴിയിൽ, ഇതിവിടെ. ഒന്നുകൂടെ റെഡി? 1 ബ്ലോക്ക്, ഈ പഞ്ച്. മൂന്നാമത് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ നോക്കണം, അടിച്ച് കണ്ട വലിച്ചിടുക. മൂന്നാമത് അടിച്ച് കീഴ്പോട്ട് വലിക്കുക. നാലാമത് ഈ പ്രയോഗം എങ്ങനെ? അടിച്ച് തടുത്ത് അടിച്ച് താഴെ. നാലാമത്തെ പറയുക അടിയ. ആ പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. അഞ്ചാമത്തെ ഞാൻ ഇവിടെ ബാക്കിൽ നിന്ന് അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇട്ട് കയറി എന്നാ അടിക്കുക, അടിച്ച് ബാക്ക് പഞ്ച്. നോക്കണം, ഒന്നുകൂടെ ഞാനത് ചുവടൊന്ന് ചെയ്തു തരാം. നോക്കണം, 1 2 3 4 5 6 7 ഇതാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ റെഡി? 1 2 3 4 5. ഏത് സൈഡ്? ഇത് രണ്ട് സൈഡും ചെയ്യണം. ഇത് വലത് സൈഡും ചെയ്യണം, ഇടത് ചെയ്യണം. ഞാൻ വലത് സൈഡ് ഇത് എങ്ങനെ ചെയ്തിട്ട് ഇടത് സൈഡിലേക്ക് വന്നാൽ തിരിവെന്ന് കാണിച്ചു തരാം. 1 തടുത്ത് കയറി പഞ്ച് ചെയ്ത് ഇറങ്ങി അടുത്ത് അടിച്ച് കെട്ടി. ഇനി സെയിം ബ്ലോക്ക്, കയറി ഇടത് തടുത്ത് ഇടത് കൊണ്ട് വലിച്ച് കയറി അടിച്ച്. രണ്ട് സൈഡും ചെയ്യണം. എവിടെ നിൽക്കുന്നു അവിടുന്ന് ഓടി നടന്ന് ചെയ്യണം. ഈ രണ്ട് വശം ഒരുപോലെയാക്കി എടുക്കണം. അതാണ് കൂട്ടച്ചോട്. ഒന്നിലധികം പേരെ ആക്രമിക്കുന്ന ചോടിനാണ് കൂട്ടച്ചോട്. ഒന്നിലധികം കാല് പറിച്ചു വെക്കണതിനും കൂട്ടച്ചോട്. ഒരു ചുവട് ഉറപ്പിച്ച് വെക്കണതിന് ഒറ്റ ചുവട്. അപ്പം അങ്ങനെ ഒരുപാട് ചുവടുകൾ, കളരിൽ വ്യത്യസ്തമായ ചുവടുകളുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കി ഫലപ്രദമാണെങ്കിൽ പഠിക്കുക. അഥവാ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട കാര്യം ആദ്യം എങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് കയറിയിട്ട് തടുത്ത് പഞ്ച് എടുത്തിരിക്കണം. അല്ല, എടുത്ത് അവിടുന്ന് തന്നെ അടി പിടിച്ച് താഴെ ഇടണം, തടുത്ത് അടിച്ചിരുത്തണം, പുറം തിരിഞ്ഞ് ഇടിക്കുക, വയറ് പൊത്തി അടിക്കുകയോ ചെയ്യുക. ഇതാണ് തെക്കൻ കളരിയിലുള്ളൊരു കൂട്ടച്ചോടാണ്. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫലപ്രദമാണ്. ഇങ്ങനെ ടേൺ ചെയ്യണം, ശേഷം നോക്കണം, ടേൺ ചെയ്ത് വരാൻ ഇത് അറ്റാക്ക് ചെയ്യണം. അതേത് സൈഡാണെങ്കിലും
കുഴപ്പമില്ല. അപ്പം മറ്റേ ഫസ്റ്റ് താടി അസ്ഥിക്കാണ് കയറി ഇതാണ്. രണ്ടാമത് നമ്മൾ ചെയ്ത തടയിട്ട് പഞ്ചാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഒരുപാട് ചുവട് കൂട്ടച്ചോടും ഒറ്റച്ചോടും ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ചുവടുമായിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ വടികറക്ക് പഠിപ്പിക്കാനുണ്ട് നിങ്ങളെ. എൻ്റെ വടികറക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ചെറിയ വടിവീശ് അടുത്ത വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. നമസ്കാരം.